ഗൈസ്, സോ നമ്മളൊരു മേക്കപ്പിലേക്കാണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാനൊരു പ്രൈമർ യൂസ് ചെയ്യാണ്. ഇത് വെറ്റമൈലിൻ്റെ ഫോട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈമറാണ്. ഇതിനൊരു ചെറിയൊരു വൈറ്റ് കളറാണ്, പക്ഷേ അത് വൈറ്റ് കാസ്റ്റ് ഒന്നും തരില്ല കേട്ടോ, നല്ല മാറ്റായിട്ട് പൊയ്ക്കോളും. ഫേസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എപ്പോഴും പ്രൈമറായിട്ടാണ് യൂസ് ചെയ്യാറ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നൈക്കയുടെ ഐബ്രോ പറഞ്ഞിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ്, ഐബ്രോ മസ്കാരയാണ്. ആൻഡ് ഇത് ഞാൻ വേഗം ഫില്ല് ചെയ്തു. എനിക്ക് പെട്ടെന്ന് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. നെക്സ്റ്റ് ഇത് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം നൈക്കയുടെ മിനി റേഞ്ചിൽ വരുന്ന ഒരു ബോംബി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്. ആൻഡ് ഇത് ഫെയർ സ്കിന്നാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതിപ്പം ഞാനൊരു ട്രാൻസിഷൻ പോലെ ഈ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഏത് ബ്രാൻഡെന്ന് അറിയാൻ പാടില്ല. ഹ്യൂഡാബൂട്ടി എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും അല്ല, വെറുതെ. എന്നാൽ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ കണ്ടോ ഒരു വ്യത്യാസം കണ്ടു, രണ്ട് സൈഡ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഓൾറെഡി ഒരു പിഗ്മെൻറ്റഡ് ആണ്, അപ്പോൾ ഒറ്റ കളറായിട്ട് ഇടുമ്പോൾ എനിക്ക് അതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ഇതാണ് തോന്നാറ്. സോ നിങ്ങളുടെ പിഗ്മെൻറ്റഡ് ലിപ്പാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിരിക്കും. കാരണം നിങ്ങളുടെ ഫേസിന് ചേരുന്ന അങ്ങനത്തെ ആയിരിക്കും, ആ ഒരു ലുക്കായിരിക്കും കൂടുതൽ ചേരുക. അപ്പോൾ ലിപ്സ് തന്നെ നമ്മളൊരു അടിപൊളിയായിട്ടൊരു ലിപ്സ്റ്റിക്കോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വ്യത്യാസം തന്നെ തോന്നും. അപ്പോൾ ഞാൻ വേറെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ഐബ്രോസും മാത്രമല്ല ഫില്ല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഒരു മേക്കപ്പ് ചെയ്ത പോലെ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഞാനൊരു ലിപ്സ്റ്റിക്കാണിത്, ലിപ് ക്രയോണാണിത്, ബ്ലൂ ഹെവൻ്റെ. അപ്പോൾ ഞാനത് ബ്ലഷായിട്ട് യൂസ് ചെയ്യാറാണ് പതിവ് കേട്ടോ. ഈ ലിപ്സിൽ ഞാൻ ഇത് ഒറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല, ഒരു റെഡ് ആയതുകൊണ്ട്. ആൻഡ് എനിക്ക് ബ്ലഷ് കുഞ്ഞിതായിട്ട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫേസിൽ രണ്ട് ചീക്സിലും പിന്നെ കുറച്ച് നോസിലും ഞാൻ ഇടാറുണ്ട്. നെക്സ്റ്റ് ഞാൻ ഐ ഷാഡോയ്ക്ക് പകരം ഇതിനെ തന്നെയാണ് യൂസ് ചെയ്യാറ്, ബ്ലഷ് ഇട്ട അതേ സംഭവം ബ്ലൂ ഹെവൻ്റെ. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഡസ്കി വീറ്റിഷ് ടു ഡസ്കി സ്കിൻ ടോണിനൊക്കെ ചേരുന്ന ലിപ്സ്റ്റിക്കാണ്. എനിക്ക് റെഡ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലിപ്സിൽ ഒറ്റയ്ക്ക് ഇടാറില്ല. ഇതുപോലെ തന്നെ രണ്ട് കളർ മിക്സ് ചെയ്തൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ താഴെയും മേലെയും നല്ല അടിപൊളിയായിട്ട് ഇടാം. എനിക്ക് ഐ ഷാഡോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഐലൈനർ ചെയ്യാറില്ല അധികം, എപ്പോഴും പുറത്തുനിന്ന് പോകുമ്പോൾ. നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്തോ, കാരണം അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, എനിക്കിത് ഇങ്ങനെ തന്നെ ലുക്ക് തന്നെയാണ് ഇഷ്ടം കേട്ടോ. നെക്സ്റ്റ് ഫേസസ് കാനഡയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ബ്രഷ് കോമ്പാക്ട് പൗഡർ ഇഷ്ടമാണ്. ഈ ബ്രഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എൻ്റെ ആ ഒരു കണ്ണിൻ്റെ താഴെയൊക്കെ എന്താ പറയുക ഹൈലൈറ്റർ ഇട്ട പോലെയാണ്, പക്ഷേ ഇപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഒരു മാറ്റായിട്ട് ഇരിക്കും. ഇത് കുറേ നേരം ഇങ്ങനെ മാറ്റായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കണ്ടോ, രണ്ട് സൈഡും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് എനിക്ക് തോന്നാറുണ്ട്. ആൻഡ് ഇത് അധികം പെട്ടെന്ന് തന്നെ സ്വെറ്റ് ചെയ്താലും എനിക്ക് കുറച്ച് അധികം നേരം ഇതിങ്ങനെ കോമ്പാക്റ്റ് നല്ലപോലെ ഇരിക്കാറുണ്ട് കേട്ടോ. ഫേസസ് കാനഡ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. മാത്രമല്ല അത് ക്രൂവൽറ്റി ഫ്രീയും കൂടിയാണ്. പിന്നെ എനിക്ക് ആ ബ്രഷിനെ പറ്റി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് എൻ്റെ കയ്യിൽ +1 മുതൽ ഞാൻ പഠിക്കുമ്പോൾ, +1 എന്ന് പറഞ്ഞാൽ ഞാൻ 2017 അപ്പോൾ 16 അപ്പോൾ മുതൽ എൻ്റെ കയ്യിലുള്ളതാണ്. അടിപൊളി ബ്രഷാണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, സോ ഇതാണ് കേട്ടോ നമ്മുടെ മേക്കപ്പ് വീഡിയോ. ഇതാണ് ഞാൻ സാധാരണ എല്ലാപ്പോഴും ലൈക്ക് ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ, ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആൻഡ് ഇത്രയാണ് എൻ്റെ സാധാരണയുള്ള ഒരു ഡെയിലി വെയർ മേക്കപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതാണ് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ 2 ഷെയ്ഡൊന്നും ഇടാറില്ല സാധാരണ പോകുമ്പോൾ, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. എന്തുകൊണ്ടോ എനിക്കിങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ കൺസീലറോ ഫൗണ്ടേഷനൊന്നും ഇല്ലെങ്കിൽ അടിപൊളിയാവും. ഞാൻ ചിലപ്പോൾ കല്യാണത്തിനൊക്കെ വരാൻ പോകുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും രാത്രി നൈറ്റ് പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസപ്ഷനൊക്കെ രാത്രിയുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുള്ളൂ, കാരണം അധികം ചുരുത്ത് വേർക്കില്ല. ഇപ്പോൾ രാവിലെയൊക്കെ ഉള്ള കല്യാണങ്ങൾ, അമ്പലത്തിലൊക്കെ പോകണ പരിപാടിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അധികം മേക്കപ്പ് ഞാൻ ചെയ്യാറില്ല. കാരണം അത് വെറുതെ ഞാൻ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനും ഭേദം ഇത്രയും മിനിമലായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ നോക്കും. ഇതാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ഐലൈനർ ഞാൻ ഇടാനാണ്, കാരണം എനിക്ക് അത്ര ഇഷ്ടമല്ല കണ്ണെഴുതുന്നത്. താഴെ എഴുതുന്നത് തീരെ ഇഷ്ടമല്ല, നേരെ എഴുതാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഡെയിലി ആയിട്ട് ഞാനിങ്ങനെ പോകാറ്.
ചിലപ്പോൾ കല്യാണങ്ങൾക്ക് വിങ് ലൈനർ എന്തെങ്കിലുമൊക്കെ ഇടും. അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്. ബൈ ബൈ.